ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഓർഡേഴ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഓർഡേഴ്സ് എന്ന് വെച്ചെങ്കിൽ നമുക്ക് പെരുന്നാൾക്ക് കിട്ടിയ ഓർഡേഴ്സാണ് കേട്ടോ. പെരുന്നാൾക്ക് ഫസ്റ്റ് കിട്ടിയ ഓർഡേഴ്സാണിത്. അപ്പോൾ എനിക്ക് 5 തരം അപ്പത്തിനാണ് കേട്ടോ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 2 ദിവസം കൊണ്ട് ചുട്ടിരി തീർത്ത അപ്പമാണ്. കുറച്ച് അപ്പത്തിൻ്റേത് മാത്രമേ ഓർഡർ ഉണ്ടായിട്ടു കേട്ടോ. ഒരു 2 കിലോ വരെ എല്ലാത്തരം അപ്പത്തിൻ്റെ ഓർഡേഴ്സാണ്. ഇത് സൊറോട്ടയാണ് കേട്ടോ. സൊറോട്ടക്ക് ആകെ 1/2 കിലോ മാത്രമേ ഓർഡർ ഉണ്ടായിട്ടു. അപ്പോൾ ബാക്കിയുള്ള അപ്പം 1.5 കിലോ 2 കിലോ അങ്ങനത്തെ ഓർഡേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് സൊറോട്ട കുറേ ദിവസം ഞാൻ സൊറോട്ട ചുട്ടിട്ടും അപ്പോൾ ചുടാനും നല്ല രസമുണ്ടായിട്ടോ. രാത്രിയാണ് ഞാൻ ചുടുന്നുണ്ടായിരുന്നത്. സൊറോട്ടക്ക് കുറേ ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം പെരുന്നാളിന് സ്റ്റാർട്ടിങ് കിട്ടിയ ഓർഡേഴ്സാണ്. അപ്പോൾ എങ്ങനെ ചുടും എന്ന് വെച്ചിട്ട് അൽഹംദുലില്ലാ പെട്ടെന്ന് തന്നെ ചുട്ടിട്ട് കഴിഞ്ഞിട്ടാ. പിന്നെ ഇത് കൊട്ടയപ്പം, നമ്മൾ കാസർഗോട്ടാളെ പെരുന്നാളിൻ്റെ കൊട്ടയപ്പമാണ്. അപ്പോൾ ഈ കൊട്ടയപ്പം സൊറോട്ട ഞാൻ ഒരേ ഡേയ്സായിട്ടാണ് ചുട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഒരു 2 കിലോ മാത്രമേ ഇത് രണ്ടും ചുട്ടിട്ടുണ്ടായിരുന്നു. 1/2 കിലോ സൊറോട്ടയും 1.5 കിലോ കൊട്ടയപ്പം ഇത്രയാണ് കേട്ടോ ഒരു ദിവസം ചുട്ടത്. പിന്നെ കടലപ്പം, പൊരിയപ്പം, പിന്നെ നെയ്യട, അങ്ങനെ അടിപൊളിയായിട്ട് സൊറോട്ട റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ നേരം ഇട്ടിട്ട് ഞാൻ ഷുഗർ പൊടിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യട്ടാ. കാരണം ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോയും കൂടിയാണിത്. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ. പാക്ക് ചെയ്തിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. എനിക്കിപ്പോൾ ഈ പെരുന്നാളിന് കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. രാത്രി 11 മണിക്കാട്ടെ ഞാൻ ചുടുന്നുള്ളത്. അപ്പോൾ ഞാൻ ചുടുന്ന സമയത്ത് നോക്കിയതാണ്. പിന്നെ കാരണം ചുട്ടിട്ട് പെട്ടെന്ന് തണ്ണി കിട്ടുന്നില്ല. ഇപ്പോൾ ചൂടും അതെ തണ്ണി കിട്ടാതെ കാരണം ചെറിയ പാത്രത്തിലായിട്ട് ഞാൻ ബെഡ്റൂമിൽ കൊണ്ടുവച്ചാണ് കേട്ടോ. കാരണം തണ്ണി കിട്ടാൻ വേണ്ടിയിട്ട് റൂമിൽ AC ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും തണുക്കട്ടേന്ന് വെച്ചിട്ട് കവറിലാക്കിയിട്ടും പിന്നെ ചെറിയ പാത്രത്തിലാക്കിയിട്ടും ഞാൻ ഓരോന്നേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൊറോട്ട ചുട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് ചുടുന്നത് കൊട്ടയപ്പട്ട. അതേ എണ്ണയ്ക്ക് തന്നെ കൊട്ടയപ്പം ചുട്ടിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊട്ടയപ്പത്തിനും സൊറോട്ടത്തിനും ഈ കുറേ നോമ്പിന് കുറേ ഓർഡേഴ്സ് കിട്ടിയ കേട്ടോ. പെരുന്നാളിന് ലാസ്റ്റ് ചൂടാൻ വെച്ച് നിൽക്കുകയായിരുന്നു. ഇത് പെട്ടെന്ന് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അവർക്ക് ചുട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ പെരുന്നാൾ ഫസ്റ്റ് ഓർഡേഴ്സ് ആയതുകൊണ്ട് ഈസിയിൽ ചുട്ടിട്ടാണ് കേട്ടോ. കൊട്ടയപ്പം അങ്ങനെ ഞാനിത് ഓരോന്നിരുന്ന് ചെറിയ പാത്രത്തിലാക്കിയിട്ടില്ലേ. രാത്രി 12 മണിയായിട്ടാണ് ടൈം ഇത്. ഞാൻ ഓരോന്നിരുന്നേ ആക്കിയിട്ട് ചെറിയ പാത്രത്തിലാക്കിയിട്ട് റൂമിൽ കൊണ്ടുവച്ചാണ് തണിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ചൂടോടെ ഇത് പാക്ക് ചെയ്തെങ്കിലേ നളുത്ത് പോവും, ഇങ്ങനെ ക്രിസ്പീനെസ് പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ കവറിലാക്കിയിട്ടും അങ്ങനെ ആക്കിയിട്ട് കുറച്ചാകുമ്പോൾ പെട്ടെന്ന് തണിഞ്ഞ് കിട്ടുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ബെഡ്റൂമിൽ കൊണ്ടുവച്ചാണ്. അങ്ങനെ എല്ലാം ഓരോന്നേരമായിട്ട് തണുപ്പ് പോയതിന് ശേഷം വലിയൊരു കവറിലാക്കിയിട്ട് ഞാൻ എടുത്തിട്ട് മാറ്റിയിട്ട് വെച്ചിട്ടാ പാക്കിങ് ആക്കിയിട്ടാണ്. കണ്ടില്ലേ, അങ്ങനെ പാക്കിങ് ആക്കിയെങ്കിൽ ചിലപ്പോൾ നൽകാൻ ചാൻസ് ഉണ്ടെങ്കിലോ എന്ന് വെച്ച് വലിയൊരു കവറിലാക്കിയിട്ട് ഞാൻ വെച്ചായിരുന്നു. അങ്ങനെ രാവിലെ എണിച്ചിട്ടാണ് ഈ പാക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ പാക്ക് ചെയ്യുന്നതായിട്ട് പിന്നെ ബാക്കിയുള്ള പണിയെടുക്കാമെന്ന് വെച്ച്. ഇത് പൊരിയപ്പെട്ട 2 കിലോ പൊരിയപ്പത്തിനും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. പൊരിയപ്പം കടലപ്പം ഒരേ എണ്ണയൊക്കെ ഇങ്ങനെ ഇട്ട് ചുടലാം, ഒരേ ഡേയ്സ് ചുട്ടിയാൽ കേട്ടോ. അങ്ങനെ പൊരിയപ്പത്തിൻ്റെ എല്ലാം റെഡി ആയിട്ടാകുമ്പോൾ ഞാൻ ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇരുന്ന് വെക്കുന്ന കേട്ടോ. ചൂടാണ് കേട്ടോ, കൊടും ചൂടെന്ന് പറയുന്നില്ല, അങ്ങനത്തെ ചൂടാണ് കേട്ടോ. ഇവിടെയൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ടാവുമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നേ ആയിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് കിട്ടീന് കേട്ടോ. കാണാനും നല്ല രസമുണ്ട്. ഞാൻ നോമ്പ് തുറന്ന ശേഷം തിന്ന് നോക്കിയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പൊരിയപ്പമാണ് കേട്ടോ ഇത്. എന്ത് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോട്ടാക്ക് പെരുന്നാളിൻ്റെ ഒപ്പം ചുട്ടില്ലെങ്കിൽ ആവേയില്ല. ഏത് പുരയിലും ചുടാതിരിക്കല്ല. കുറച്ച് പുര മാത്രമാണ് കേട്ടോ ഇതുപോലത്തെ ഓർഡേഴ്സ് തരുന്നത്. പിന്നെ ഗൾഫിലേക്ക് കൊടുത്ത് വിടാനും വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ എണിച്ചിട്ട് ഞാൻ പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. 2 ദിവസത്തെ ഓർഡറാണ് ഇത്. അപ്പോൾ 2 ദിവസം ഒന്നിച്ച് വെച്ചിട്ട് ഞാൻ ഇതുപോലെ പാക്ക് ചെയ്യുന്ന കേട്ടോ. ഇതുപോലത്തെ ഒരു കവറിലാക്കിയിട്ടാണ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സെയിം ഡേ തന്നെ പാക്ക് ചെയ്തെങ്കിൽ ചൂടോടെ നിലത്ത് പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇതുപോലത്തെ കവറിൽ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പാക്ക് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. പിന്നെ കിച്ചണിൽ പാക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം എല്ലാ ഡേയ്സും ഞാൻ കിച്ചണിലാണ് പാക്ക് ചെയ്യൽ. അപ്പോൾ അവിടെ കിച്ചണിൽ കുറച്ച് പണിയുള്ളത് കൊണ്ട് എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ എനിക്ക് ഹോളിൽ ഫാൻ ഇട്ടിട്ടൊന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഓരോന്നേ പാക്ക് ചെയ്യുക. 1/4 കിലോ 1/4 കിലോ 250 ഗ്രാമിൻ്റെ പാക്കാട്ടെ ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ കുറേ ഓർഡേഴ്സൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നോമ്പിന് നമുക്ക് ചൂടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇങ്ങനെ ഒരു ചുടുന്നതല്ലാണ്ട് ചൂടാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഈ നോമ്പ് നോക്കിയിട്ട് ചുട്ടിട്ട് രാത്രി കിടന്നുറങ്ങലാണ്, അല്ലാണ്ട് ഒന്നും പറ്റുന്നില്ല. പിന്നെ അത്താഴത്തിൻ്റെ സമയത്ത് എങ്ങനെയൊക്കെ എണിച്ച് വരില്ല, നോമ്പ് നോക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എണിച്ചിട്ട് വരില്ലാന്ന്. അപ്പോൾ ഈ നോമ്പ് നോക്കിയിട്ട് ചുടുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇത് തരുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചുടുന്നുള്ളത്.
അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡേഴ്സെല്ലാം ഓരോന്നിരുന്ന് കൊടുത്ത് തീർക്കാനുണ്ട്. ഇനിയും കുറേ ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. കാരണം നമുക്കെല്ലാം വിട്ടു പോകലാം ഓർഡേഴ്സ് കിട്ടിയെങ്കിൽ. അതുകൊണ്ട് ഞാനൊക്കെ ബുക്കിലേക്ക് എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ടൈമിൽ ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറേ ഓർഡേഴ്സ് എടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓർഡേഴ്സേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിന്നിട്ട് പാക്ക് ചെയ്തിട്ട് മടുത്തിട്ട്. കാരണം ഈ കാക്കിലോൻ്റെ കവർ കുറച്ചല്ലേ ആ പാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആ പാക്ക് ചെയ്യൽ. അങ്ങനെ നിന്നിട്ട് മടുത്തിട്ട് ഞാൻ ഇരുന്നിട്ടാണ് കേട്ടോ ഓർഡേഴ്സ് പാക്ക് ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ ആരും കൈയിടാൻ വേണ്ടി സമ്മതിക്കല്ല കേട്ടോ. എന്താ വെച്ചാൽ കൈയിട്ടെങ്കിൽ അത് ഒന്നും ശരിയാവില്ല. എനിക്ക് പാക്കിൽ അളവും തൂക്കത്തിലും വ്യത്യാസം വരണ്ട വെച്ചിട്ട് ഞാൻ മാത്രമായിട്ട് ഇത് പാക്ക് ചെയ്യുന്നുള്ളത്. അങ്ങനെ പിള്ളേരിലൊക്കെ സൗണ്ടും വയലിയിലായിക്കൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും കെയർ ചെയ്യാണ്ട് ഞാനിത് പാക്കിങ് കഴിഞ്ഞിട്ട് അവരോട് മുണ്ടൂന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പൊരിയപ്പാണ് ഇത് പാക്ക് ചെയ്യുന്നുള്ളത്. അങ്ങനെ 2 കിലോ പൊരിയപ്പം, എല്ലാം 2 കിലോ പൊരിയപ്പം, 2 കിലോ കടലപ്പം, പിന്നെ 1/2 കിലോ പൊറോട്ട, 2 കിലോ നെയ്യട, പിന്നെ 2 കിലോ കൊട്ടപ്പം. ഇത്രയാണ് ഓർഡേഴ്സ് ഉള്ളത്. 2 ദിവസമായിട്ട് ചുട്ട് തീർത്തിയാണ്. ഇന്ന് നോമ്പ് 15ആണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നോമ്പ് 20 കഴിഞ്ഞ് ഓർഡർ എടുക്കുന്നില്ല കേട്ടോ. ഇനി ആരും ചോദിച്ചേക്കണ്ട, കാരണം പറ്റുന്നില്ല. അതുകൊണ്ടാണ് നോമ്പ് 20 വരെ മാത്രമേ ഓർഡർ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മളേതായ കുറച്ച് പണിയും കാര്യങ്ങളിൽ ഈ ഭാഗത്തിൻ്റെ എണ്ണം കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 20-ന് ശേഷം ഞാൻ ഓർഡർ എടുക്കുന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് പെരുന്നാൾക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ഓർഡർ സ്വീകരിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഓർഡേഴ്സ് ഇങ്ങനെയാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ഓർഡേഴ്സ് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഗൾഫിലേക്ക് പോകുന്നവർക്ക് ചുട്ടുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് വേണമല്ലോ ചുട്ടുതരാം. പെരുന്നാൾക്ക് മുന്നേ ഇത്ര ഭയങ്കര പാടാണ് കേട്ടോ ചുട്ട് കൊടുക്കാനൊന്നും. പിന്നെ അതുപോലെ അച്ചാറിൻ്റെ ഓർഡേഴ്സിനായിട്ടോ കുറച്ച് അച്ചാർ ഞാൻ ഓൾറെഡി ഓർഡേഴ്സിനായിട്ട് അധികം ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചെങ്കിൽ ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്കില്ല എന്ന് പറയുമ്പോൾ ഒരു മടുപ്പാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു 10 കിലോ അച്ചാർ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അച്ചാറിന് നല്ല സെയിലുണ്ട്. കാരണം കൂടുതൽ പേരും ചോദിക്കുന്നതും ഈ അച്ചാറിനാണ് കേട്ടോ. കാരണം അധികം ആളും കൊണ്ടുപോയ ആൾക്കാർ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകാതെ. ഒരിക്കൽ കൊണ്ടുപോയ ആൾ പിന്നെ കൊണ്ടുപോകാതിരിക്കലില്ല. കൊണ്ടുപോയ ആൾക്ക് തന്നെയാണ് പിന്നെയും കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.